കോമഡി മസാലയിൽ ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസിലേക്ക് കിടക്കാം. എല്ലാവർക്കും നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് തന്നെ ലെറ്റ്സ് വെൽക്കം ഓൺ സ്റ്റേജ് രഞ്ജിത്ത് കണിച്ചുകുളങ്ങര. വെൽക്കം രഞ്ജിത്തേടാ. താങ്ക് യു. കോമഡി മസാലയുടെ ഈ ഒരു വേദിയിൽ എത്തുമ്പോൾ തന്നെ എന്താണെങ്കിലും ഭയങ്കര സന്തോഷം ഉണ്ടെന്ന് തോന്നുമല്ലോ. ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അപ്പൊ സുഖമായിട്ടിരിക്കുന്നു. ഇനി രഞ്ജിത്തേന്റെ വിശേഷങ്ങളൊക്കെ പറയാം. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കണിച്ചുകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് ചേർത്തലയ്ക്ക് അടുത്ത്. ഓക്കെ, അവിടെയാണ് നാട്. പിന്നെ ഇങ്ങനെ ചെറിയ മിമിക്രി പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. മിമിക്രി അല്ല വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മിമിക്രി അല്ലാതെ പ്രൊഫഷണൽ ആയിട്ടൊരു പാചകക്കാരൻ കൂടിയാണ്. ഷെഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദങ്ങള് അത് ഇമിറ്റേറ്റ് ചെയ്യാം. ശരി, അപ്പൊ ആരും നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മുടെ അജു വർഗീസിന്റെ ശബ്ദം. അജു വർഗീസ്. ഓക്കെ. എന്റെ പൊന്നു മാമച്ച, മാമച്ചനോട് ഞാനൊരു 100-110 തവണ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് എന്ന്. അതെ, ഇത് ഞാൻ ഗോവയ്ക്ക് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാശ. ഇവിടേന്ന് ഞാനൊരു 10 പൈസ തരൂല്ലോ മോനെ. ബ്ലഡി ഫുൾ അല്ല പിന്നെ. അത് കലക്കി മോനെ. ഓക്കെ, ഇനി നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടി. ധർമ്മജന്റെ നോർമൽ ആയിട്ടുള്ള വോയിസ്, സ്റ്റേജിലൊക്കെ വന്നിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ്. ശരി. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഈ കോമഡി മസാല എന്ന് പറയുന്ന പരിപാടിയിൽ വരാൻ സാധിച്ചതിൽ. ഒരുപാട് വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഏറെ പ്രചോദനം ചെയ്യുന്ന ഒരു പരിപാടിയാണ് കോമഡി മസാല. അപ്പോൾ എന്തായാലും അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. കറക്റ്റ് ആയിരുന്നു. ശരിക്കും ഇങ്ങനെ തന്നെയാണ് ആള് വന്നിട്ട് സംസാരിക്കാറ് പൊതുവെ. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹം സിനിമയിൽ സംസാരിക്കുന്ന വോയിസിന് കുറച്ചുകൂടി ഡെപ്ത് ഉണ്ട്. അത് ഇതാണ്. പാപ്പിച്ചായ അമ്മച്ചി പറഞ്ഞേ അപ്പച്ചനും പാപ്പിച്ചാൻ്റെ കണ്ടിച്ചമ്പില്ലേ കംപ്ലീറ്റും ചെത്തിക്കളെന്ന് പറഞ്ഞ്. എൻ്റെ പൊന്നു മുകേഷ് ഏട്ടാ, എനിക്കെന്നാ പിഷാരിക്കണ്ടല്ല. ഈ പറഞ്ഞ പൊക്കോമണ്ണിന് മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. മുകേഷ് ഏട്ടൻ്റെ കാര്യം അറിയോ? ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കംപ്ലീറ്റ് തന്നെ ദൈവത്തെ പോലെ കാണുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അവർ ഉന്നിച്ചെന്നപ്പോൾ അവർ പറയണേ, ദൈവമേ നീ പിന്നെ വന്നു. താങ്ക് യു. ഇനി അടുത്തത് ഒരു സീരിയൽ നടനാണ്. ജയകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മോഹനവല്ലി അമ്മേ, അർജന്റീനയുടെ ഫ്ലെക്സിന്റെ താഴെ അമ്മയുടെ പടം വെക്കാന്ന് പറഞ്ഞമ്മേ. നല്ലതല്ലേ അമ്മേ? മോഹനവല്ലി അല്ലെങ്കിൽ വേണ്ട, അമ്മയാ നല്ലത്. അമ്മയുടെ നടപ്പ് കണ്ടോ, കന്നുകാലി വരുന്ന പോലെ. മോഹനവല്ലി. താങ്ക് യു. ജയകുമാർ സൂപ്പർ. ഓക്കെ, ഇനി അടുത്തത് ആരാണ് ചെയ്യുന്നത്? ഇനി അടുത്തത് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയിൽ നിവിൻ പോളി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. അതായത്, എടാ പരനാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നുള്ള ബോധം നിനക്ക് ഉണ്ടാവണം. ട്രാൻസ്ഫർ നീ ഉണ്ടാക്കും കുറെ. എടാ പോസ്റ്റ് ഗ്രാജുവേഷൻ MPhil കഴിഞ്ഞ കോളേജ് എത്തിനായിരുന്ന ഞാൻ. ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഈ പണിക്ക് വന്നതേ നിന്നെ പോലുള്ള ഓരാമുകൾക്ക് ചിരക്കാൻ വേണ്ടിയിട്ടല്ല. വേണ്ടെന്ന് വെക്കും തോറും നീയൊക്കെ തലേ കയറും. അങ്ങോട്ട് മാറിക്കണം. ഈ ഡയലോഗ് നമ്മുടെ ഗോപൻ സാർ ആണ് പറയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഒന്ന് നോക്കാം. ഓക്കെ, ശരി, നോക്കാം. എടാ പരനാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധം നിനക്കുണ്ടാവണം. ട്രാൻസ്ഫറോ നീ ഉണ്ടാക്കും കുറെ. എടാ പോസ്റ്റ് ഗ്രാജുവേഷനും MPhilഉം കഴിഞ്ഞ് കോളേജ് അധ്യാപകനായിരുന്ന ഞാൻ ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മിക്ക പരസ്യങ്ങളും ഡബ് ചെയ്യാൻ വന്നത് നിന്നെ പോലെയുള്ള ഓലാമുരികൾക്ക് ചിരയ്ക്കുവാൻ വേണ്ടിയല്ല. ഇനി നീ ഇവിടെ കിടന്ന് വായു വർത്താനം പറഞ്ഞാൽ നിന്നെ ഞാൻ വലിച്ചു വാരി ഭിത്തിയിലൊട്ടിക്കും. നിനക്ക് സംശയമുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 1104-743 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യൂ. അടിപൊളി, സൂപ്പർ. ഇനി അടുത്തായിട്ട് നമ്മുടെ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ കാഞ്ചനമാലയായിട്ട് അഭിനയിച്ച പാർവതിയുടെ ശബ്ദം. എനിക്കറിയാം അപ്പൂട്ടൻ എന്നെ സ്നേഹിക്കുന്ന എനിക്കുള്ള 1000 മടങ്ങ് മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഒരു 10,000 മടങ്ങ് ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിന്നൊരു 500 മടങ്ങെടുത്ത് അപ്പൂട്ടിനെ തന്ന ബാക്കി എത്ര മടങ്ങുണ്ടെന്ന് അപ്പൂട്ടൻ പറ. അപ്പൂട്ടൻ ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്റെ ശവത്തിലായിരിക്കും അപ്പൂട്ടൻ താലി കെട്ടുക. ആ
കരച്ചിൽ വന്ന പിടിച്ച് വർത്തനം പറയുന്ന ആ ഒരു സംഭവം ഇതിലുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതേപോലെ ഫീലിങ്സിൽ ഡയലോഗ് പറഞ്ഞൊരു നായികയാണ് നന്ദനം എന്ന സിനിമയിലെ നവ്യ നായർ. നവ്യ നായരുടെ ആ ശബ്ദം. മനുവേട്ട, ഞാൻ കണ്ടു, ഞാനേ കണ്ടുള്ളൂ. എൻ്റെ ഗുരുവായൂരപ്പ, ഒരു പാഴ്മുഖം എൻ്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ ആദ്യം ഓടി ഇങ്ങോട്ടാ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ സ്വപ്നം കാണിച്ചത്? എൻ്റെ കണ്ണീര് കാണാനോ ആണോ? എന്നു കടാണ്ട് ഈ തിരിഞ്ഞാൻ തെളിക്കുന്ന തന്നത് എന്നെ ഇരുട്ടിലാക്കിയിട്ട് വിളിച്ചെത്തുന്ന് ചിരിക്കണ്ട. എനിക്ക് കാണണ്ട ഈ മുഖം. ഇനി നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിന്റെ ശബ്ദം. സന്തോഷ് പണ്ഡിറ്റ് അതെ, എന്റെ ഫേവറേറ്റ് ആണ്. ഓക്കെ, ചിറ്റത്തിനെ കാണിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒരു അതിലുണ്ട്. സ്വന്തം മരുമോളാണെന്നത് പോട്ടെ, ആ പെൺകുട്ടിയുടെ കല്യാണം മുടക്കാൻ ശ്രമിക്കരുത്. ഒരു പട്ടിക്ക് അതിന്റെ വാല് കൊണ്ട് നാണം മറിക്കാനാവില്ല. നീ വലിയവനാണെന്നിരിക്കാം എന്ന് കരുതി ഞാൻ ചെറിയവനാണ് അർത്ഥമില്ല. പഴത്തിന് തൊലിയുണ്ടെന്ന് കരുതി പഴംപൊരിക്ക് തൊലിയുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുതും. അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ പണി പാളുവേ. കലക്കി. ബിന്ദു ചേച്ചിയുടെ ശബ്ദം. ബിന്ദു പണിക്കർ. ഹിടാ ശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ എനിക്കായിരുന്നു ഫസ്റ്റ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു. അതെങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹം ഇല്ലയാലോ. ബിന്ദു ചേച്ചി ചെയ്തു. ഇനി കാവ്യമാധവന്റെ നാച്ചുറൽ ആയിട്ട് സംസാരിക്കുന്ന വോയിസ് ആണ്. യെസ്. എന്തോരം ആൾക്കാരാ ഇവിടെ. സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ കാണുമ്പോൾ മാത്രമേ എനിക്ക് ഈ സന്തോഷമുള്ളൂ. എന്താ പറയണ്ട, ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്, പക്ഷെ പോവാൻ പറ്റാഞ്ഞിട്ടാണ്. നോർമലി കാവ്യ ചേച്ചിയുടെ ഡബ്ഡ് വേർഷൻ ആണ് ഞാൻ കേൾക്കാറ്. ആദ്യമായിട്ടാണ് ശരിക്കുള്ളൊരു വോയിസ് കേൾക്കണത്. വെരി ഗുഡ്. ഇനി അവസാനമായിട്ട് നമ്മുടെ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ വൈഫ് ഷീല കണ്ണന്താനത്തിന്റെ ശബ്ദം. എൻ്റെ അമ്മേ, സ്വന്തം ഭാഷയായതുകൊണ്ട് റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. ഇംഗ്ലീഷും പറഞ്ഞും മടുത്തു. ഇതൊന്നും വരുന്നില്ലേ. സോ പ്രൈം മിനിസ്റ്ററിന് ഭയങ്കര താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. എപ്പോൾ കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും കൈ പിടിക്കുക, കെട്ടിപ്പിടിക്കുക, കൈ പിടിക്കുക, കെട്ടിപ്പിടിക്കുക. പിന്നെ സ്വന്തം ഭാഷയായതുകൊണ്ട് റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. ഇതൊന്നും വരുന്നില്ലേ. ഇല്ല വരുന്നില്ല. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും രഞ്ജിത്തേട്ടൻ ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസിനോട് കാണിച്ചു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മെയിൽ വോയിസസിനേക്കാളും ഫീമെയിൽ വോയിസസ് കുറേ ഭയങ്കര രസമായിട്ട് ചെയ്തു. ഇനി എന്താണെങ്കിലും നമ്മുടെ ഉല്ലാസനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സ്പെഷ്യൽ പെർഫോമൻസ്? ഒന്നും പറയാനില്ല, തകർത്തു. രഞ്ജിത്ത് കണിച്ചുകുളങ്ങര എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് പരിപാടിക്ക് പോകുന്ന ആൾക്കാരാട്ടോ. എൻ്റെ ട്രൂപ്പിലെ വൺമാൻ ഷോ ചെയ്യുന്ന ആളാണ്. ആ ഒരു കണക്ഷൻ നേരത്തെ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് നേരത്തെ അറിയാം രഞ്ജിത്ത് ഇതൊക്കെ ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം. അപ്പം പുതിയ നമ്മുടെ രഞ്ജിത്തിനെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി അപ്പോൾ നമ്മുടെ കോമഡി മസാലയിൽ രഞ്ജിത്ത് വന്നതിന് ഒരു നല്ല കയ്യടി. താങ്ക് യു വെരി മച്ച്. രഞ്ജിത്ത് സ്റ്റാർ മാത്രമല്ല കേട്ടോ, നല്ല പാട്ട് പാടും, നല്ല സ്കിറ്റൊക്കെ കളിക്കുന്ന ആളാണ്. അപ്പോൾ എന്തായാലും രഞ്ജിത്ത് കോമഡി മസാലയിൽ വന്നതിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. ഒരു കലാകാരൻ്റെ വിജയം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇവിടെ ഒരുപാട് കലാകാരന്മാർ വരാറുണ്ട്, എങ്കിലും 100% ഇത്ര പെർഫെക്റ്റായിട്ട് സ്റ്റാർ ചെയ്ത ആദ്യത്തെ കലാകാരനാണ് രഞ്ജിത്ത്. താങ്ക് യു. ഒരുപാട് മിമിക്രിക്കാരൊക്കെ വരാറുണ്ട്, സ്ഥിരം ചെയ്ത ആർട്ടിസ്റ്റുകളുടെ ശബ്ദം റിപ്പീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ചെയ്തതെല്ലാം രഞ്ജിത്ത് വെറൈറ്റി ആയിരുന്നു. രഞ്ജിത്ത് ഒന്നും പറയാനില്ല. 100 എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, 100 രഞ്ജിത്ത് കണിച്ചുകുളങ്ങര ഇവിടെ ചെയ്ത പെർഫോമൻസ്. താങ്ക് യു. വെരി ഗുഡ്. അപ്പൊ എന്താണെങ്കിലും 100 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നല്ലൊരു ഗംഭീരമായ കൈയടി നൽകാം നമുക്ക്. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുണ്ടല്ലോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഗോപകുമാർ സാറിന്റെ ചെയ്ത എല്ലാ സംഭവങ്ങളും
സൂപ്പർ ആയിരുന്നു. അത് കിടിലനായിരുന്നു. അപ്പൊ എന്താണെങ്കിലും കോമഡി മസാലയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും മനോഹരമായി പെർഫോം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വക ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഒരു സമ്മാനം ഞങ്ങൾ ഇവിടെ നൽകുകയാണ്. കോയിൻ ഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങൾ ഇവിടെ നൽകുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് കിടക്കാം. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്താണെങ്കിലും ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തതിൽ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. അപ്പൊ വീണ്ടും കോമഡി മസാലയുടെ ഒരു വേദിയിൽ വരാൻ ഞങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.